നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി ഉപ്പുമാവാണ് നമ്മളുടെ വീഡിയോ. ഒരു 20 ഗ്രാം ചെറുപയർ 6 മണിക്കൂർ കുതിർത്തെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. പിന്നെ പാകത്തിനുപ്പ്, ഒരു 10 ഗ്രാം കടലമാവ്, ഒരു പിടി പാലക്ക്. ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമുക്ക് മിക്സിയിൽ നന്നായി ഒന്ന് ആദ്യം അരച്ചെടുക്കാം. ഒരല്പം വെള്ളം ഒഴിച്ച് വേണം അരച്ചെടുക്കാൻ. അരച്ച ചേരുവയിലേക്ക് ഒരു നുള്ള് ഈനോ ചേർക്കുക. ഈനോ ഇല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ആയാലും കുഴപ്പമില്ല. ഇനി ഇത് നന്നായി ഒന്ന് നമുക്ക് ചേർത്ത് ഇളക്കണം. ഈ ഒരു പാകത്തിൽ വേണം മാവിങ്ങനെ ഇരിക്കാൻ. നെയ്യ് പുരട്ടിയെടുത്ത പാത്രത്തിലേക്ക് നമ്മൾ അരച്ച് വെച്ച മാവ് ഇതേപോലെ ഒഴിച്ച് വയ്ക്കാം. ഇതൊരു 10 മിനിറ്റ് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് കുക്കർ ഓഫ് ചെയ്യാം. കുക്കറിൽ നിന്ന് പുറത്തെടുത്തു. നന്നായി വെന്ത് കഴിഞ്ഞു. ഇനി ഒന്ന് ആറിയതിന് ശേഷം കൈകൊണ്ട് നന്നായി പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. പ്രോട്ടീൻ ഉപ്പുമാവ് തയ്യാറാക്കുന്നതിനായി പാനിലേക്ക് 10 മില്ലി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അല്പം കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കുക. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുക. കുറച്ച് മതി കേട്ടോ. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ആക്കാം. കുറച്ച് നിലക്കടലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം നിലക്കടല. ഇതൊരു ഫൈബറും പ്രോട്ടീനും കൂടി ചേർന്ന ഒരു സ്പെഷ്യൽ ഉപ്പുമാവാണ് കേട്ടോ. നമ്മൾ ഗോതമ്പ് വെച്ചും റവ വെച്ചുമൊക്കെ ഉണ്ടാക്കുന്നതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി, അതേപോലെ വണ്ണം കുറയ്ക്കണമെന്നുള്ളവർക്കൊക്കെ ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ ഉപ്പുമാവ്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഒരു സവാള നുറുക്കിയത് ഇട്ട് കൊടുക്കാം. സവാള ഫ്രൈ ആയതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം എന്താണെന്നറിയോ? കുറച്ച് പച്ചമാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഒരു പച്ചമുളക് നുറുക്കിയതും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കണം. ഇതൊരു വെറൈറ്റി ഉപ്പുമാവാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ഹെൽത്തിയും ആയ ഒരു ഉപ്പുമാവും കൂടിയാണ്. നന്നായി പൊടിച്ചെടുത്ത ഈ ചേരുവ നമ്മൾ ഫ്രൈ ചെയ്ത മസാലയിലേക്ക് ഇളക്കുകയാണ് വേണ്ടത്. ഇനി നമ്മൾ പൊടിച്ചെടുത്ത പ്രോട്ടീൻ നമ്മളുടെ ചെറുപയറിൻ്റെ ഇതിലേക്കിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് വേണ്ടത്. ഇളക്കിയപ്പോൾ ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് വെക്കണം കേട്ടോ. എല്ലാം കൂടി ചേർത്ത് ഇളക്കിയിട്ട് നമ്മളുടെ ഉപ്പുമാവ് പോലെ ഉണ്ടാവും. ഉതിരുതിരായിട്ടിരിക്കണം. കണ്ടില്ലേ? നമ്മുടെ ഉപ്പുമാവ് പോലെ നന്നായി ഉതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടി ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ പ്രോട്ടീൻ ഉപ്പുമാവ് തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഈ പ്രോട്ടീൻ ഉപ്പുമാവ് തയ്യാറാക്കി നോക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. വേറൊരു നല്ല വീഡിയോയുമായി വരാം. ബൈ ബൈ.